അതെ, ഇന്ന് ഒരുപാട് ടെൻഷനും പാനിക്കും ഒക്കെ ആയ ഒരു ദിവസമാണ്. നിങ്ങൾക്കറിയാലോ, ഇപ്പൊ ഇവിടെ ലോസ് ഏഞ്ചൽസിൽ ഒരുപാട് സ്ഥലത്തും തീ കത്തിക്കൊണ്ടിരിക്കുവല്ലേ. ഇന്ന് വൈകിട്ട് 4 മണി ആയപ്പം ഇവിടെ LA കൗണ്ടിയിലുള്ള എല്ലാവരുടെ മൊബൈലിലേക്ക് എമർജൻസി ഇവാക്യുവേഷൻ അലേർട്ട് വന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സിറ്റിയുടെ അപ്ഡേറ്റ് വന്നു. നമുക്ക് ഇവാക്യുവേഷൻ അലേർട്ട് ബാധകമല്ല, നമ്മുടെ ഏരിയയ്ക്ക് ഓക്കെയാണ്, പക്ഷെ അലേർട്ടായിട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ സൗത്ത് കാലിഫോർണിയയില് ഈ വൈൽഡ് ഫയർ വളരെ കോമൺ ആണ്. പക്ഷെ ലോസ് ആഞ്ചൽസിന്റെ ഹിസ്റ്ററിയിൽ ഈ കൗണ്ടിക്കുള്ളിൽ ഇത്രയും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫയർ ആദ്യമായിട്ട് ജാനുവരി 7, 8 ഈ മെയിൻ ഫയറുകളെല്ലാം സ്റ്റാർട്ട് ആകുന്നത് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് ഒരേ സമയത്ത് ഫയർ സ്റ്റാർട്ട് ആയി. പക്ഷെ ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ആയത് ഈ കൗണ്ടിയുടെ ഈസ്റ്റിലുള്ള ഈറ്റൺ എന്ന് പറയുന്ന സ്ഥലത്തുനിന്നും വെസ്റ്റിലുള്ള പാലിസൈഡ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്നും ഫയർ സ്റ്റാർട്ട് ആയിട്ട് ഈ കൗണ്ടിക്കുള്ളിലേക്ക് അത് സ്പ്രെഡ് ആയി വന്നപ്പോഴാണ്. അങ്ങനെ ഈ 2 ഫയറും പ്രോഗ്രസ് ആയി ഇരിക്കുമ്പോൾ തന്നെ ഇന്നലെ ഹോളിവുഡ് ഹിൽസിൽ പുതിയൊരു ഫയർ സ്റ്റാർട്ടായി. ഇവിടുത്തെ സെലിബ്രിറ്റി റെസിഡൻഷ്യൽ ഏരിയകളായ മാലിബു, പസഫിക് പാലിസൈഡ്, ഹോളിവുഡ് ഹിൽസ് ഒക്കെ ഏറിയ പങ്കും വൈപ്പ് ഔട്ട് ആയി പോയി. ഇവിടുത്തെ ഈ ഫയറിന്റെ സിറ്റുവേഷൻ ഇത്രയും വേഴ്സ് ആക്കിയത് ഇവിടുത്തെ വിൻഡാണ്. ഇപ്പൊ ഈ വിൻഡ് കുറച്ച് സ്ലോ ആയതുകൊണ്ട് കുറെ സ്ഥലങ്ങളിലൊക്കെ ഫയർ കൺട്രോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലത്തെ കണക്കനുസരിച്ച് ഏകദേശം 31,000 ഏക്കേഴ്സ് ഓഫ് ലാൻഡും അതിനുള്ളിലുള്ള സ്ട്രക്ചേഴ്സും കത്തിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ 5 പേര് മരിച്ചെന്നാണ് ഒഫീഷ്യൽ റിപ്പോർട്ട്. ഏകദേശം 1,80,000 പേരോളം ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും 2 ലക്ഷം പേരോളം അണ്ടർ വാർണിംഗിലാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ഈ ഒരു നാട്ടിലുള്ള ജനങ്ങൾ മനസ്സിൽ വെക്കണമെന്ന് ഞാൻ വിചാരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഞാനിവിടെ ഡേ ടു ഡേ ബേസിസിൽ പല വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഈ വീഡിയോസ് കാണുന്ന ജനം പലരും എന്നെ ഇഷ്ടപ്പെടാറുണ്ട്, ചില ആളുകൾ എന്നെ എതിർക്കാറുണ്ട്, എന്നോട് വിരോധം ഉള്ളിൽ വയ്ക്കാറുണ്ട്. എന്നോട് വിരോധം ഉള്ളിൽ വയ്ക്കുന്ന ആളുകൾക്ക് എന്നോട് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ദേഷ്യം ഉള്ളതുകൊണ്ടാണോ? ഒരു 99% കേസുകളിലും വ്യക്തിപരമായിട്ട് എന്നെ കൊണ്ട് അവർക്കൊരു പ്രശ്നവും ഇല്ല, അവർക്ക് എന്നോട് അങ്ങനെ ഒരു ദേഷ്യവും ഇല്ല. ഞാൻ ഏതെങ്കിലും ഒരു കൂട്ടത്തിൻ്റെ, ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെ, ഏതെങ്കിലും ഒരു മതത്തിൻ്റെയൊക്കെ ഭാഗമാണ് എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് പല ആളുകളും ചില വീഡിയോസ് കേൾക്കുന്ന സമയത്ത് എന്നെ എതിർക്കുന്നത്, എന്നോട് വ്യക്തിവിരോധം വെച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷ മതങ്ങളിൽ പെട്ട ഒരു വലിയ കൂട്ടം ആളുകൾ പലപ്പോഴും വീഡിയോസ് കാണാറുണ്ട്. ഞാനും ഒരു ന്യൂനപക്ഷ മതത്തിന്റെ ഭാഗമായിട്ട് ജനിച്ച ഒരു വ്യക്തിയാണ്. ആ ഒരു മതത്തിന്റെ എല്ലാ കെട്ടുമാറാപ്പുകളുടെ പരിധിയും ലംഘിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുന്നത്. ഞാൻ അതിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് അങ്ങനെയുള്ള വിശ്വാസങ്ങളും അതേപോലെ തന്നെ ആ ഒരു വിശ്വാസത്തിൽ നിന്നാൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ, മരണാനന്തര ജീവിതത്തിൽ ആഘോഷിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ചിന്തയില്ല. ഞാൻ എൻ്റെ ഇന്നത്തെ ശരികൾ, ആളുകൾക്ക് ഉപദ്രവമാവാത്ത സംഗതികൾ എന്നിവ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. പലപ്പോഴും ആശയങ്ങളെ എതിർക്കും. ഒരിക്കലും ഒരു വ്യക്തിയെയും ആ ഒരു ആശയത്തിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എതിർക്കാറില്ല. അങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ ഹേറ്റേഴ്സിൻ്റെ കാര്യത്തിലും ചിന്തിക്കുന്നത്. ഡേ ടു ഡേ ബേസിസിൽ എന്നെ മനുഷ്യത്വം പഠിപ്പിക്കാൻ വേണ്ടി ഒത്തിരി ആളുകൾ കമൻറ്റ് ബോക്സിലേക്ക് വരാറുണ്ട്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഒരു വാർത്താ വിശകലന വീഡിയോസിൻ്റെ ഭാഗമായാണ് എനിക്ക് മനുഷ്യത്വ ക്ലാസ്സുകൾ ഡേ ടു ഡേ ബേസിസിൽ കിട്ടുന്നത്. അത് ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ ആണ്. ഇസ്രായേൽ പാലസ്തീൻ ആണ് എന്നുണ്ടെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ ആണ് എന്നുണ്ടെങ്കിലും എനിക്കൊരൊറ്റ നിലപാടേ ഉള്ളൂ. ഞാൻ തീവ്രവാദത്തിന് വിരുദ്ധമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏത് തരം പോരാട്ടം അതെൻ്റെ ജീവൻ സംരക്ഷിക്കുന്നതാണ്, എൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതാണ്, എനിക്ക് ഗുണം തരുന്നതാണ് എന്നുണ്ടെങ്കിലും, അത് തീവ്രവാദ സ്വഭാവമുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഞാനതിനൊപ്പം നിൽക്കില്ല. മരിക്കാനും വരെ ഞാൻ റെഡിയാണ്. ഞാൻ ആ ഒരു ആശയം പേര് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ന്യൂനപക്ഷ മതങ്ങളിൽ ജനിക്കുന്ന, അതിൽ ജീവിക്കുന്ന ആളുകളിൽ ഒരു വലിയ ഭാഗം ആളുകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് ചില ആളുകളോട്, ഒരു രാജ്യത്തോട്, മനുഷ്യന്മാരോട് വെറുപ്പ് വെച്ചുകൊണ്ട് നടക്കേണ്ടി വരും. ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ വന്നതിൽ പിന്നെ വെസ്റ്റിലുള്ള പല രാജ്യങ്ങളോടും ഒരു തീവ്രവാദ സ്വഭാവമുള്ള വെറുപ്പാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകളിൽ ചിലർക്ക്, ന്യൂനപക്ഷ മതങ്ങളിലുള്ള ആളുകളിൽ ചിലർക്ക്. ഞാൻ ഏറ്റവും വേഴ്സ്റ്റായിട്ടുള്ള തീവ്ര ഇസ്ലാം മതവിശ്വാസികളുടെ ഹെയ്റ്റ് കണ്ടത് ഈ ദിവസങ്ങളിലാണ്. ലോസ് ആഞ്ചലസിൽ ഒരു വൈൽഡ് ഫയർ ഉണ്ടായി. തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 11ഓളം ആളുകൾ മരിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ലോകത്തുള്ള പല ദുരന്തങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതൊരു ചെറിയ സംഖ്യയാണ്. ആ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മികച്ചതായതുകൊണ്ട് മരണസംഖ്യ അങ്ങനെ കുറഞ്ഞു വരികയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ മരണസംഖ്യ ഉണ്ടാവും, നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ മരണസംഖ്യ കുറച്ച് കൂടും. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണെന്നുണ്ടെങ്കിൽ കാര്യമായി തന്നെ മരണസംഖ്യ ഉണ്ടാവും. 11 കണക്കെങ്കിലും നമുക്ക് കിട്ടി. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണെന്നുണ്ടെങ്കിൽ അത് കിട്ടില്ല. ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളുടെ വീഡിയോസിൻ്റെ താഴെ വരുന്ന ഹെയ്റ്റ് കമൻറ്റുകൾ, അള്ളാഹു ആണ് ഈ തീ ഇട്ടത്, അള്ളാഹു കൊടുത്തൊരു ശിക്ഷയാണ്, ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഈ ഒരു ശിക്ഷ അവർക്ക് നേരിടേണ്ടി വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യ ഇസ്രായേലിന് സപ്പോർട്ട് കൊടുത്ത ഒരു രാജ്യമാണ്.
ഈ കമൻ്റ് ഇടുന്ന പല മലയാളികളും ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. അപ്പം നിങ്ങളുടെ അള്ളാഹു ഇന്ത്യ ഐക്യദാർഢ്യം കൊടുത്തതുകൊണ്ട് നിങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു സ്ഥലത്ത് തീയിട്ട് നിങ്ങളെല്ലാവരെയും കൊല്ലൂ. നിങ്ങളുടെ മക്കൾ വെന്ത് ചാവുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന് നിങ്ങൾ പറയൂ. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ കരിഞ്ഞ മാംസത്തിൻ്റെ മണം വരുന്ന സമയത്ത് അയ്യോ ഇന്ത്യ ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങളിത് അനുഭവിക്കേണ്ടി വരുന്നത്, അള്ളാഹ് എത്ര വലിയവൻ എന്ന് നിങ്ങൾ പറയൂ? ഇല്ല. ഈ ഒരു ന്യൂനപക്ഷ മത തീവ്രവാദ സ്വഭാവത്തിൻ്റെ ഹെയ്റ്റാണ് ഒരു രാജ്യത്ത് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അതിനെ ആ ഒരു കണ്ണോടെ കണ്ട് ആസ്വദിക്കാനായിട്ട് വരുന്നത്. ഇന്ത്യയിൽ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് മുസ്ലിം വിരോധം എന്ന് പറയുന്നത്. ലോകത്താകമാനം ഇത് പടർന്ന് പന്തലിക്കുന്നുണ്ട്. വെസ്റ്റിലൊക്കെ കാര്യമായിട്ട് തന്നെ ഇസ്ലാം മതവിശ്വാസികളോടുള്ള ഹെയ്റ്റ് വരുന്നുണ്ട്. ഈ ഹെയ്റ്റ് വരുന്നതിൻ്റെ കാരണം തന്നെ മനസ്സിൽ നിന്നുണ്ടായി വരുന്നതാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ജനനം വഴി കിട്ടുന്നതാണ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മീഡിയ വൺ ചാനലിലൊക്കെ ഇരുന്നിട്ട് വാദിക്കാം. എന്നാലും ഇത് ഇട്ട് കൊടുക്കുന്ന ആരാണ്? ന്യൂനപക്ഷങ്ങളിലെ തന്നെ തീവ്ര സ്വഭാവമുള്ള ആളുകളാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളിലൊക്കെ ഉള്ള ആളുകൾ പൊതുവായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളിൽ തീവ്രവാദ സ്വഭാവമുണ്ടോ, അന്യ മതവിദ്വേഷമുണ്ടോ, മറ്റൊരു മനുഷ്യനോടുള്ള വെറുപ്പുണ്ടോ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതിലൊരു ആനന്ദം കിട്ടുന്നുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മറ്റ് മനുഷ്യജീവികൾ നിങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള ആളുകളായിക്കോട്ടെ, അവർ അതിൻ്റെ പേരിൽ ഒത്തിരി അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ അഭയാർത്ഥികൾ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളേതുപോലെ വാശിയോ വൈരാഗ്യമോ അല്ലെങ്കിൽ ആവേശമോ ഒന്നുമില്ല. ഒരു യുദ്ധം വരുന്ന സമയത്ത് അവർക്ക് ജീവിക്കാനായിട്ട് ഒരു ഇടം അല്ലെങ്കിൽ വെടികൊണ്ട് ചാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഹൈഡ് ഔട്ട് പ്ലേസൊക്കെയാണ് അഭയാർത്ഥിത്വം എന്ന് പറയുന്നത്. അവരെ സ്വീകരിക്കുന്ന, അവർക്ക് അഭയാർത്ഥിത്വം കൊടുക്കുന്ന രാജ്യങ്ങളിലെ ആളുകളോടെങ്കിലും അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തോടെങ്കിലും കുറച്ച് ഒരു മര്യാദയോടെ പെരുമാറണം. ഇന്നല്ലെങ്കിൽ നാളെ തീവ്ര ഇസ്ലാമിക ഭരണമുള്ള മത തീവ്രവാദ സ്വഭാവമുള്ള രാജ്യങ്ങളിലെ ആളുകൾ, സാധാരണക്കാർ ഏതെങ്കിലുമൊക്കെ മറ്റ് മാന്യമായിട്ട് ജീവിക്കുന്ന രാജ്യങ്ങളിൽ അഭയാർത്ഥിത്വം സ്വീകരിക്കേണ്ട ആളുകളാണ്. അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് ഈ മത തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുടെ അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ സ്വഭാവമുള്ള ആളുകളുടെ നടപടികൾ ശരിക്കും നശിപ്പിക്കുന്നത്. അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ വളരെ പ്രിവിലേജറായിട്ടുള്ള മത തീവ്രവാദികൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ അഭയാർത്ഥികളായിട്ട് കടന്നു കയറുകയും ആ ഒരു രാജ്യം കൈക്കലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് ഓരോ രാജ്യങ്ങളും അവരുടെ അഭയാർത്ഥികളോടുള്ള സമീപനം മാറ്റുകയാണ്. അവിടെയുള്ള സാധാരണ ജനം സമീപനത്തിൽ മാറ്റങ്ങൾ വരുത്തുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ മനുഷ്യവിദ്വേഷം, മനുഷ്യത്വമില്ലായ്മ തെളിയിക്കുന്ന റീലുകൾ ആദ്യം ഒന്ന് കാണാം. ഈ ഒരു പോസ്റ്റ്, ഇതിൻ്റെ കമൻറ്റ് ബോക്സ്, ഇതിന് അകമ്പടിയായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു അറബി ഭാഷയിലുള്ള സംഭവങ്ങൾ കേൾക്കുന്ന സമയത്ത് ആളുകൾക്ക് ഫോബിയ തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആളുകൾ പറയുന്നുണ്ട്, ഒരു രാജ്യത്ത് ഒരു പ്രകൃതി ദുരന്തം നടന്നിട്ട് അത് റീലിട്ട് സന്തോഷം കണ്ടെത്തുന്ന നിങ്ങളൊക്കെ മനുഷ്യരാണോ? അതിൻ്റെ താഴെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പ്രകൃതി തന്നെ ഉത്തരം നൽകും. അപ്പോൾ അതിൻ്റെ താഴെ ആളുകൾ ചോദിക്കുന്നുണ്ട് വയനാട് ദുരന്തത്തിൻ്റെ കാര്യമൊക്കെ, അവിടെയൊക്കെ എന്ത് ന്യായം നിരത്തും? എൻ്റെ കമൻറ്റ് ബോക്സ് കാണുന്ന സമയത്ത് ഇവരൊക്കെ എന്ത് ഭ്രാന്തുള്ള ആളുകളാണെന്ന് ചിന്തിക്കും. ഈ ട്രംപോ അല്ലെങ്കിൽ നയതന്ത്ര പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ആളുകളൊന്നും ഈ പ്രകൃതി ദുരന്തങ്ങളുടെ ദൂഷ്യഫലങ്ങളൊന്നും അനുഭവിക്കുന്നുണ്ടാവില്ല. അവർക്ക് അവരുടെ ഭരണപരമായിട്ടുള്ള ഒരു തിരിച്ചടി എന്നുള്ളത് ചിലപ്പോൾ തോന്നും എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല. സാധാരണ ജനമാണ് നിങ്ങളുടെ മതത്തെക്കുറിച്ചിട്ടോ നിങ്ങളെക്കുറിച്ചിട്ടോ ഒരു ചിന്തയില്ലാത്ത, പലസ്തീനെ കുറിച്ചിട്ടോ ഹമാസിനെ കുറിച്ചിട്ടോ അൽഖ്വയ്ദയെ കുറിച്ചിട്ടോ IS കുറിച്ചിട്ടോ ഒരു ചിന്തയില്ലാത്ത സാധാരണ ജനമാണ് ഇത് വെണ്ണീറാവുന്നത്. നിങ്ങളുടെ അള്ളാഹു എവിടെയെന്ന് ചോദിച്ചവർക്കുള്ള മറുപടി, പേടിക്കണോ? അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ പേടിക്കണോ? കത്തിക്കുവോ? ചുട്ട് കരിക്കുവോ സാധാരണക്കാരെ? പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമോഫോബിയ എന്ന് പറയും. അതേപോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കമൻ്റ് ഉണ്ട്, അല്ലാഹു ഇത്ര ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പലസ്തീനെ രക്ഷിക്കാൻ അല്ലാഹുവിന് പറ്റുന്നില്ല? അവിടെയൊക്കെ ന്യായം നിരത്തും, ബസ്സിലൊക്കെ വന്നിട്ട് ന്യായം നിരത്തും. അതിൻ്റെ താഴെ അല്ലാഹു അക്ബർ വിളിക്കുന്ന ആളുകളെ കാണുമ്പോൾ പേടി തോന്നും. അത് സ്വാഭാവികമാണ്. കാരണം ഒരു പ്രകൃതി ദുരന്തം നടന്ന ആളുകൾ മരിച്ച വാർത്ത കേൾക്കുമ്പോൾ അതിൻ്റെ താഴെ അല്ലാഹു ഇത്ര വലിയവൻ എന്ന് പറയുന്നത് അവൻ അനുഗ്രഹം കിട്ടിയ കാര്യം കണ്ടിട്ടല്ല, ആളുകൾ മരിക്കുന്നത് കണ്ടിട്ടാണ്. ആളുകൾ മരിക്കുന്ന സമയത്ത് ദൈവത്തിന് സ്തുതി പറയാൻ തോന്നുന്ന ഒരു മത വൈറസ്
ഉള്ളിലുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ചുറ്റുപാടുകളിൽ പേടി ഭീതി വിതയ്ക്കും. ഒരു ജനതയെ മുഴുവൻ ചാരമാക്കിയവർ ചാരമാകുന്ന ഒരു ദിനം വരാനുണ്ട്. പലസ്തീൻ ജനത പുഞ്ചിരിക്കാതെ ഈ ലോകം അവസാനിക്കുകയില്ല. അതൊരു വലിയ ഭീഷണിയാണല്ലോ. അപ്പം ഈ പാലസ്തീൻ ജനത പുഞ്ചിരിച്ച് കഴിയുമ്പോഴേ ലോകം അവസാനിക്കൂ. പാലസ്തീൻ ജനത പുഞ്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള തീവ്രവാദികൾ അവസാനിക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഡേ ടു ഡേ ബേസിസിൽ എനിക്ക് മനുഷ്യത്വം പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന മറ്റേ താത്താമാർ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. അവർ തന്നെ മാനിപ്പുലേറ്ററാണ്, സ്വന്തമായിട്ടൊരു നിലപാടൊന്നുമില്ല. പാലസ്തീനിൽ ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ ആളുകൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പുറത്തേക്ക് അയക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഫോട്ടോസ് എവിടെ? ഇറാനിൽ ഭ്രാന്തിയാണെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയ ഒരു സ്ത്രീ എവിടെ? അതിന് മുമ്പുള്ള സ്ത്രീകളൊക്കെ എവിടെ? ഒന്നും കിട്ടത്തൊന്നുമില്ല. കാരണം മതഭ്രാന്താണ്. ഇപ്പം ഇസ്രയേൽ അവരുടെ പ്രതിരോധ നടപടികൾ നിർത്തി വെറുതെ നിന്ന് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് മരിക്കാൻ പോലുള്ള സാഹചര്യം ഈ ഹമാസ് തീവ്രവാദികൾ ഒരുക്കി കൊടുക്കില്ല. വെറുതെ വെടിവെച്ച് കൊല്ലുന്ന ആ ഒരു മനുഷ്യത്വം പോലും അവർ കാണിക്കില്ല. അവർ ക്രൂരമായി റേപ്പ് ചെയ്ത് നഗ്ന ശരീരത്തോട് വൈകൃതം വരെ കാണിച്ചിട്ടേ അവർ കൊല്ലത്തുള്ളൂ. അതിക്കൂട്ട് ആളുകൾക്കെതിരെ ലോകം മുഴുവൻ പ്രതിരോധിക്കുന്നുണ്ട്. അതൊരു ഇസ്രായേലോ അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യ അതിർത്തിയൊന്നുമല്ല. അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ അവർ ഈ പറയുന്ന കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഇല്ലാതെ എടുത്ത് ഹ്യൂമൻ ഷീൽഡായിട്ട് മുന്നിലേക്ക് വയ്ക്കും. കാരണം അവർക്ക് എല്ലാത്തിനും ഉത്തരവുണ്ട്. കാരണം അവർ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ദൈവത്തിന് ബലി കൊടുക്കാനായിട്ട് സ്വന്തം കുഞ്ഞിനെ പോലും ഉപയോഗിക്കാനായിട്ടുള്ള മടി അവർക്കുണ്ടാവില്ല. കാരണം അവർ വിചാരിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ കൊച്ചു അങ്ങടേക്ക് വരുമല്ലോ, അപ്പോൾ കൊച്ചിൻ്റെ പുറത്തൊരു ബോംബ് കെട്ടി വിട്ടാൽ എന്താ കുഴപ്പം? ഇതാണ് ഈ അതിർത്തികളിൽ നടക്കുന്നത്. തങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ താഴെ തങ്ങളുടെ ബോംബുകൾ സൂക്ഷിച്ചാൽ എന്താണ്? കാരണം ഇത് ദൈവത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയല്ലേ? അതല്ലേ ന്യായവാദം? അപ്പോൾ അവർ ബോംബിട്ട് പൊട്ടിക്കുന്ന സമയത്ത് കുട്ടികളെ ആക്രമിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ അത് വലിയ പ്രക്ഷോഭമായിട്ട് വരും. നമ്മൾക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾ ദൈവത്തിന് വേണ്ടിയല്ലേ ചെയ്യുന്നത് എന്നുള്ള ന്യായവാദം നിരത്തി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഉണ്ട്. 1 രൂപയുടെ ചെലവില്ലാതെ, ഒരു യുദ്ധവിമാനത്തിൻ്റെയും പിൻബലമില്ലാതെ, ഒരു സൈനികൻ്റെ പോലും ആവശ്യമില്ലാതെ ഒരു നിമിഷം കൊണ്ടെല്ലാം ചാരമാക്കി കളഞ്ഞു. പലസ്തീൻ മക്കൾ പുഞ്ചിരിക്കാതെ ഈ ലോകം അവസാനിക്കില്ല. എന്നും എല്ലാ കാലത്തേക്കും എല്ലാത്തിനും ഒരു അന്ത്യമുണ്ട്. ഒന്ന് ആലോചിക്കുക, ഒരു പ്രകൃതി ദുരന്തം, തീ കത്തി ആളുകൾ മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുന്ന സമയത്ത് എന്തൊരു സന്തോഷമാണ് ആളുകൾക്ക്. അക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അല്ലാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. ഇസ്ലാം മതവിശ്വാസികളിൽ തന്നെ എത്രയോ നല്ല ആളുകൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇവരെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്കെല്ലാവർക്കും ഭീഷണിയാവുന്ന തരത്തിലേക്കുള്ള മതഭ്രാന്ത് ഉള്ള ആളുകൾ ഇതുപോലുള്ള പോസ്റ്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തീ അണയുന്നത് വരെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കണം. മരണസംഖ്യ കൂടുന്ന ഓരോ നിമിഷവും ആഘോഷത്തിൻ്റെ റീലുകൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ആളുകളിലേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഈ മതത്തിലുള്ള സാധാരണ വിശ്വാസികൾക്കും ഇവിടെ ജീവിക്കാൻ പറ്റും? എന്തൊരു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. ഇത് എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഇടത്തും ജീവിക്കുന്ന മതവിശ്വാസികൾക്കും ദോഷകരമായിട്ട് സംഭവിക്കും. ആളുകൾക്ക് അവരോടുള്ള ഒരു സമീപനത്തിൽ മാറ്റങ്ങൾ വരും. ദയവേത് ഇത് നിർത്ത്. വെസ്റ്റേണേഴ്സിൻ്റെ ഒക്കെ പോസ്റ്റുകളുടെ താഴെ ഇങ്ങനെ കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ അള്ളാഹുവിൻ്റെ വിക്രിയകളെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ടാണ് റെഫ്യൂജീസിനോട് അവർ മോശ സമീപനം കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വിക്ടിം കാർഡ് ഇറക്കി കളിക്കുന്നത്. പേടി തോന്നില്ലേ സുഹൃത്തുക്കളെ? പേടി തോന്നില്ലേ? ദൈവം ഇത് ഇങ്ങനത്തെ പരിപാടീസ് നിർത്തുക. മുഴുവൻ ഇങ്ങനെയുള്ള പോസ്റ്റുകളാണ്. മൂഡ് കളഞ്ഞു, രാവിലെ മൂഡ് കളഞ്ഞ്. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാരുടെ ഒരു മതഭ്രാന്ത് എന്ന് പറയുന്നത്? നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇത് എല്ലാ ആളുകളെയും ബാധിക്കുന്ന സംഗതിയാണ്.